ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ബോട്ടിൽ ക്രാഫ്റ്റ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു തുള്ളി പോലും പെയിന്റ് ഈ 3 ബോട്ടിൽ ആർട്ടിലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോട്ടിൽ ആർട്ടല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് കുറച്ച് ബട്ടൺ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് ജാറും. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ബട്ടൺ വാങ്ങാനായിട്ട് കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീരെ ഉപയോഗിക്കാതെ കളയാൻ പോകുന്ന ക്ലോത്ത്സ് ഒക്കെ ഇല്ലേ, അപ്പം അതിൽ നിന്ന് ബട്ടൺ ഉണ്ടെങ്കിൽ അത് വെടിയിച്ചെടുത്താലും മതി. എന്നിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ കൊണ്ടാണ് ഈ ബട്ടണിനെ ഗ്ലാസ് ജാറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പെയിൻറ് ചെയ്യുവോ അതല്ലാതെ ടിഷ്യൂ കൊണ്ട് കവർ ചെയ്യുവോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ബട്ടണിന് തീരെ അങ്ങനെ വെയിറ്റ് ഉള്ള സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ അത് ആ ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാൽ ഗ്ലാസ് ജാറിൽ ഇരുന്നോളും. പക്ഷേ എങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ ഈ ഗ്ലാസ് ജാറിൽ ഡയറക്റ്റ് ഹോട്ട് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാൽ ഇരിക്കത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഇരിക്കത്തില്ല, അതങ്ങ് പറഞ്ഞു പോരും. പക്ഷേ ഈ ബട്ടൺ ഒട്ടിച്ചാൽ ഇരിക്കും കേട്ടോ, അത് പറഞ്ഞു പോരത്തേ ഇല്ല. നമുക്കത് പല പാറ്റേണിൽ ഒട്ടിക്കാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. കുറച്ച് വലിയ ബട്ടൺ ഉണ്ടെങ്കിൽ അത് സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കി കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് അതിൻ്റെ ചുറ്റിനും വരുന്നത് പോലെ ഒട്ടിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഈ ഗ്ലാസ് ജാറിൻ്റെ ഈ ബോഡിയിലാണ് ഫുൾ ബട്ടൺ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അതിൻ്റെ വായ ഭാഗത്തേക്ക് അങ്ങനെ ഒട്ടിച്ചില്ല. അവിടെ നമുക്ക് ഒരു ഡെക്കറേറ്റീവ് പീസ് വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാൻ എവിടെ വെക്കുന്നത്, എന്തിനാ യൂസ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കാണിക്കാമേ. ഞാൻ ആ നല്ല കളർഫുൾ ആയിട്ടുള്ള ബട്ടൺ എല്ലാം അതിൻ്റെ ഒരു ഫ്രണ്ടിലും 3 സൈഡിലും വരുന്നത് പോലെ വെച്ചിട്ട്, പിന്നെ കുറച്ച് വൈറ്റും ബ്ലാക്കും കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതിന് ഒരു ബാക്കിലെ ഭാഗത്തേക്കായിട്ടാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഈ ബട്ടൺ എല്ലാം ഒട്ടിച്ച്, പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു വായുടെ ഭാഗത്ത് നമ്മളൊരു ഡെക്കറേറ്റീവ് പീസൊക്കെ ഒട്ടിച്ച് വന്നപ്പോഴത്തേക്കിനും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഗ്ലാസ് ജാർ കിട്ടിയിട്ട് ഒരു ഹോം ഡെക്കർ പീസ് കിട്ടി. ഇത് ഞാൻ കുട്ടികളുടെ റൂമിൽ അവരുടെ കളർ പെൻസിൽസ് ഒക്കെ വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അത് കൊടുത്തത്. അപ്പോൾ ആ കളർ പെൻസിൽസിൻ്റെയും ഒക്കെ കൂടെ ഈ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലിരിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഇനി ചെയ്യുന്നതിന് ഞാൻ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഈ ചാക്കുനൂലെന്ന് പറയത്തില്ലേ, അത് എടുത്തേക്കുന്നു കേട്ടോ, ഈ ജൂട്ട് ത്രെഡ്. അതെടുത്തിട്ട് ഈ ഗ്ലാസ് ജാറിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മുകളിൽ കെട്ടുന്ന ഈ ഒരു കെട്ടുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഒരുപാട് ടൈറ്റായിട്ട് അങ്ങ് ഭയങ്കര ടൈറ്റായിട്ട് വെക്കണ്ട. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇച്ചിരി സ്പേസ് വേണം. ഈ ബോട്ടിലിന് എത്ര ലെങ്ത് ആണോ ഉള്ളത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ താഴേക്ക് നമ്മൾ ലെങ്ത് നോക്കിയിട്ട് അതിൻ്റെ 2 ലെയറായിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം ഇത് നമ്മളൊരു നെറ്റ് പോലെ നെയ്യാനായിട്ട് പോവുക. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും കറക്റ്റ് ബോട്ടിലിൻ്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അത് പകുതി എത്തുമ്പോഴത്തേക്കിനും ഇതങ്ങ് തീർന്നു പോകും. ഞാനിതിൻ്റെ ചുറ്റിനും കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പീസസ്, ഒരു 8-10 പീസൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ബോട്ടിലിൻ്റെ ലെങ്ത് എത്ര ഉള്ളത് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലെങ്തിൽ ആണ് ഒരു ലെയർ എന്ന് പറയുന്നത്. അതുപോലെ അതിന് ഒന്നും കൂടെ മടക്കി എടുക്കുമ്പോഴത്തേക്കിനും 2 ലെയറായി. അങ്ങനത്തെ കുറച്ചൊരു 8-10 പീസൊക്കെ എടുക്കുന്നത്. അപ്പം ഇതിനെ എല്ലാത്തിനെയും തന്നെ ചെറുതായിട്ട് നമ്മൾ ആ മുകളിൽ കെട്ടി കൊടുത്തേക്കുന്ന ആ ഒരു ചുറ്റുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഈ 2 ലെയർ ഉള്ളതിനെ ഒന്ന് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കും. അപ്പൊ നമുക്കിതിന്റെ ചുറ്റിനും കുറച്ച് ലെയേഴ്സ് കിട്ടും. ഇങ്ങനെ കെട്ടിയേക്കുന്നത് നമ്മൾ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള രണ്ടെണ്ണം ലെയർ എടുത്തിട്ട് അതിനൊന്ന് ചെറുതായിട്ട് വീണ്ടും ചുറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ സ്കൂളിലൊക്കെ മറ്റേ നെറ്റ് ഉണ്ടാക്കത്തില്ലേ, ഈ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാനായിട്ട് ടിഫിൻ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം തിങ് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന 2 ലെയറായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വശം ലെഫ്റ്റ് സൈഡിലുള്ള ഒരു അറ്റവും റൈറ്റ് സൈഡിലുള്ള ഒരെണ്ണവും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് ചുറ്റിയിട്ട് കൊടുക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുമല്ലോ, ഏറ്റവും അടിയിൽ വരുമ്പോഴത്തേക്കിനും അത് നമുക്ക് ഡയഗണൽ ഡയറക്ഷനിലുള്ളതിനെ രണ്ടും കൂടെ ഒന്ന് ചുറ്റിയിട്ട്, അതായത് അഴിഞ്ഞു പോവാതിരിക്കുന്ന രീതിയിൽ. ഒരുപാട് താഴെ വന്നിട്ട് എല്ലാം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ നേരെ വയ്ക്കാൻ പറ്റത്തില്ല, അതങ്ങ് മറിഞ്ഞു പോകും. കാരണം അടിയിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കണമല്ലോ. അപ്പം ഡയഗണലായിട്ട് വരുന്നത് മാത്രം ഒന്ന് കെട്ടിക്കൊടുക്കാം. ബാക്കിയുള്ളതുമൊക്കെ ഒരുപാട് കെട്ട് വരാത്ത രീതിയിൽ ഒന്ന് കെട്ടിയിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്.
ഞാൻ ഇതേപോലെ ഒരു ചെറിയ ബോട്ടിലും കൂടെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരെണ്ണം ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ വേറെ ഒരെണ്ണം കൂടി ആക്കി എടുക്കുന്നുണ്ട്. അതിന് നമുക്കൊരു ക്യാൻഡിൽ ഹോൾഡർ പോലെ യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ ഒരെണ്ണത്തിന് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം അവിടേക്ക് ഈ ചാക്കുനൂല് തന്നെ ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡിനെ കൊണ്ട് തന്നെ അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്, ആ ഒരു മുകളിലത്തെ ഭാഗം കവർ ചെയ്യാനായിട്ട്. ഈ ഒരു വലിയ ജാറിന് ഞാൻ നമ്മുടെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷ് ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ജാറിന് നമുക്കൊരു ക്യാൻഡിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെയും നമ്മൾ ഒരല്പം പോലും പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല. ഇനി തേർഡ് വൺ ചെയ്യാനും ഞാനൊരു ചെറിയ ഗ്ലാസ് ജാർ എടുത്തേക്കുന്നു കേട്ടോ. നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് വലിയ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ചെറുതിനകത്തായാലും ചെയ്യാം. അപ്പം നമ്മുടെ ഡിഫറെൻറ്റ് പർപ്പസിന് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മുമ്പൊരു വീഡിയോയിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു നോക്കണം. കാരണം ഈ ബോട്ടിൽ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പൗഡർ ഇട്ടിട്ട് ചെറുതായിട്ട് തിരിക്കുമ്പോഴത്തേക്കിനും എക്സ്ട്രാ ഉള്ള പൗഡറൊക്കെ പോയിട്ടും ഉണ്ടാവും. നമുക്കൊരു ആവശ്യമുള്ള ഭാഗത്ത് മാത്രം ആ ഗ്ലിറ്റർ കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഗോൾഡൻ കളർ യൂസ് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഗ്ലിറ്റർ പൗഡേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പൗഡർ വിട്ടു പോവാതിരിക്കാനായിട്ട് ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തതിൻ്റെ ആ ഒരു മിക്സ്ചർ ചെറുതായിട്ട് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലിറ്റർ അവിടെ ഇവിടെയൊന്നും പോവത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോഴും ദേഹത്തും ഒക്കെ ഇതിങ്ങനെ പിടിക്കും. അത് ഉണങ്ങാനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പിസ്ത ഷെൽസ് എടുത്തിട്ട് അതിലേക്കും ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിൻ്റെ മുകളിലേക്ക് റെഡ് കളറിലെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് ഗ്ലൂ ഗണ്ണും കൊണ്ട് ഈ പിസ്ത ഷെൽസിന് നമ്മളിങ്ങനെ റെഡ് കളറൊക്കെ കൊടുത്ത് റെഡ് ഗ്ലിറ്റർ പൗഡർ കൊടുത്തിട്ട് വെച്ചിട്ടില്ലേ, അതിനെ ഈ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഗോൾഡൻ കളറിലെ ഗ്ലാസ് ജാറിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ബോട്ടിലായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. വീണ്ടും ഇതേപോലെയുള്ള സിമ്പിൾ ക്രാഫ്റ്റ്സ് DIY റെസിപ്പീസ് ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതിന് നമുക്കൊരു ഷോ പീസായിട്ട് വയ്ക്കാം.